ഹായ്, ഇന്നത്തെ എൻ്റെ യാത്ര സൂചിപ്പാറക്കടുത്തുള്ള മനോഹരമായ റിൽവുഡ് റിസോർട്ടിലേക്കാണ് കേട്ടോ. റിസോർട്ടിലേക്ക് പോകുന്ന വഴികളുടെ ഇരുവശങ്ങളും നമുക്ക് വേറിട്ട ഒരു യാത്രാ അനുഭവം സമ്മാനിക്കും. ചുറ്റും തേയിലത്തോട്ടങ്ങളും കുന്നിൻ ചെരുവുകളും വയനാടൻ മലനിരകളുടെ അടിപൊളിയായിട്ടുള്ള സൗന്ദര്യവും. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വഴി സൂചിപ്പാറയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സൂചിപ്പാറയിലേക്ക് പോകുന്ന വഴി ഒരു 2 കിലോമീറ്റർ പോയി ലെഫ്റ്റ് കട്ട് ചെയ്ത് വേണം നമുക്ക് ഈ റിസോർട്ടിലെത്താൻ. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തതയും പ്രകൃതിയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം വളരെ അനുയോജ്യമായ ഒരിടമാണ് കേട്ടോ. ഇവിടെ എത്തുന്ന നിമിഷം തന്നെ തണുത്ത കാറ്റും പക്ഷികളുടെ ശബ്ദവും നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത, ചുറ്റും നോക്കിയാൽ എല്ലായിടത്തും പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും തണലും പക്ഷികളുടെ ശബ്ദവും അരുവിയുടെ ഒഴുക്കും. ശരിക്കും കാടിൻ്റെ നടുവിൽ കഴിയുന്ന ഒരു അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത് കേട്ടോ. രാവിലെ മൂടൽമഞ്ഞിലൂടെ മരങ്ങൾക്കിടയിലൂടെ വരുന്ന സൂര്യപ്രകാശവും വൈകുന്നേരങ്ങളിൽ തണുത്ത കാറ്റിനൊപ്പം കേൾക്കുന്ന അരുവിയുടെ സംഗീതവും നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ശാന്തമായ ഒരു സ്റ്റേക്കേഷൻ ആഗ്രഹിക്കുന്നവർക്കും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും. ഇവിടെ എത്തുമ്പോൾ ഒരു റിസോർട്ടിൽ താമസിക്കുന്നു എന്നതിനേക്കാൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ കുറച്ച് ദിവസങ്ങൾ ജീവിക്കുകയാണ് എന്ന അനുഭവമാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ എത്തിയ ആദ്യ നിമിഷം മുതൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് വൻമരങ്ങളും അതുപോലെ പച്ചപ്പുമാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഭംഗി ഇതിങ്ങനെ ഈ റിസോർട്ട് നിർമ്മിച്ചതിലല്ല, പ്രകൃതിയെ അതേപോലെ സംരക്ഷിച്ചുകൊണ്ടാണ് ഈ റിസോർട്ടിൻ്റെ എല്ലാ റൂംസും അതുപോലെ ഈ ലാൻഡ്സ്കേപ്പും ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ റിസോർട്ടിനോട് ചേർന്നാണ് നമ്മളെ കള്ളാടിപ്പുഴ ഒഴുകുന്നത്. അതുപോലെ നമുക്ക് ഈ റിസോർട്ടിലെത്തിയാൽ ആവശ്യാനുസരണം നല്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസ്റ്റോറൻറ്റ് സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല പുറത്തൊക്കെ ഫാമിലി ആയിട്ടും കപ്പിളായിട്ടൊക്കെ പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഞാൻ അവിടുന്ന് കഴിച്ചത് നല്ല ഇലയിൽ പൊള്ളിച്ച ഫിഷും നല്ല ചോറും അതുപോലെ ഓംപ്ലേറ്റും കുറച്ച് സൈഡായിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെയാണ് കേട്ടോ. അടിപൊളിയാണ്, എന്തായാലും ഒരു രക്ഷയില്ല. അതുപോലെ ഇവിടെ ഇൻഡോർ ഗെയിംസായിട്ട് നമുക്ക് ക്യാരംസ്, ചെസ്സ്, ടേബിൾ ടെന്നീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിസോർട്ടിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും നല്ല ഗ്രീനറിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിനൊക്കെ നടുവിലായിട്ട് കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂള് എന്തായാലും റിസോർട്ടിലെത്തി എല്ലാവരും നോക്കുന്നൊരു കാര്യമാണ്. നല്ല ഹൈജീനായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഏരിയയിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 കോട്ടേജും അതുപോലെ ഫാമിലിക്കൊക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള 4 റൂംസുമാണ് ഉള്ളത് കേട്ടോ. നല്ല പ്രൈവസി ആയിട്ട് തന്നെയാണ് 2 കാറ്റഗറിയിലുള്ള റൂമും ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 34 പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ നിയർ ബൈ ആയിട്ട് നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഏറ്റവും അടുത്തായിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മളെ സൂചിപ്പാറ വാട്ടർഫാൾ. ഏകദേശം 300 മീറ്ററേ ഉള്ളൂ. പിന്നെ വരുന്നത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ്, അട്ടമല വ്യൂ പോയിൻറ്റ്, 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ അതുപോലെ പുത്തുമല സിപ്പ് ലൈൻ. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 6-7 കിലോമീറ്ററിൻ്റെ സറൗണ്ടിങ്ങിൽ വരുന്ന ടൂറിസ്റ്റ് പ്ലേസുകളാണിത്. പിന്നെ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്ത് ബഗ്ഗി റൈഡും ടീ എസ്റ്റേറ്റിനകത്തൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ ബോച്ചെ 1000 ഏക്കറും ഹയസ്റ്റ് ജയൻസിങ്ങും ഒക്കെ ഈ
പറഞ്ഞ ഏരിയയിൽ ഉണ്ട്. സിപ്പ് ലൈനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഏകദേശം വയനാട്ടിലെ ഏത് സമയത്തും നല്ല ഒരു അടിപൊളി ക്ലൈമറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ സൂചിപ്പാറ, ചൂരൽമല, അതുപോലെ ഈ 900 കണ്ടി ഏരിയയൊക്കെ. റിസോർട്ടിനകത്തൂടെ നടന്നാൽ തന്നെ നമുക്കൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരുപാട് ഏരിയകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ 3 കപ്പിൾ കോട്ടേജാണ് ഇത്. അടിപൊളിയായിട്ട് നല്ല പ്രൈവസിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലക്ഷറി ടൈപ്പിലാണ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂംസിൻ്റെ ബെഡും അതുപോലെ വാഷ്റൂമും റൂംസിൻ്റെ ഓരോ ഏരിയയും നല്ല ഹൈജീനായിട്ടുള്ള ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഏത് റൂമെന്ന് നോക്കിയാലും നല്ല ഒരു ബാൽക്കണി, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ എല്ലാം കിടിലം വ്യൂ ആണ്. വയനാട് വരുമ്പോൾ നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റേക്കേഷനുകളും റിസോർട്ടുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് കൂടാൻ മറക്കണ്ട. നമ്മളിനി നേരെ പോകുന്നത് ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി 4 റൂംസ് ഇവർ സെപ്പറേറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസുകളാണ് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ എവിടെ നോക്കിയാലും നല്ല ഗ്രീനറിയാണ്. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കേട്ടോ. നല്ല മരങ്ങളും അതുപോലെ നല്ല ചെടികളും ഒക്കെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ റൂംസൊക്കെ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂമാണ്. നല്ല ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഈ റൂമിനാണെങ്കിലും നല്ല ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഫെസിലിറ്റി, മ്യൂസിക് സിസ്റ്റം ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ബിൽഡിങ്ങിൽ ഇതേപോലത്തെ ഏകദേശം 4 റൂംസാണുള്ളത്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഹൈജീനിക് ആണ്. എല്ലാ റൂമും AC ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ വാഷ്റൂം ആണെങ്കിലും അടിപൊളിയാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല ഒരു പ്രീമിയം റിസോർട്ടിലെ പോലെ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രകൃതിക്കാണ് ഏറ്റവും വലിയ സൗന്ദര്യം. നമുക്ക് ഈ റിസോർട്ടിൻ്റെ എവിടെ നിന്നാലും കേൾക്കാൻ കഴിയുന്നത് കള്ളാടിപ്പുഴയുടെ കുത്തി ഒഴുകുന്ന സൗണ്ടും അതുപോലെ ഈ മരങ്ങളുടെ തണുത്ത കാറ്റ് വീശുമ്പോഴുള്ള ചില്ലകളുടെ സൗണ്ടും പക്ഷികളുടെ സൗണ്ടും ഒക്കെയാണ് കേട്ടോ. മനോഹരമായ ഈ കള്ളാടിപ്പുഴ അത് നമ്മളൊന്ന് നോക്കി നിന്ന് തന്നെ പോകും. അതുപോലെ ഇവർ ഈ കള്ളാടിപ്പുഴയുടെ ചേർന്ന് റിസോർട്ടിനോട് ഏറ്റവും താഴെയായിട്ട് നല്ല ഇരിപ്പിടങ്ങൾ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഓരോ ചായയൊക്കെ കുടിച്ചാൽ അടിപൊളി ഫീലായിരിക്കും. കാടിനകത്ത് നിന്ന് വരുന്ന തണുത്ത കാറ്റും ഈ കള്ളാടിപ്പുഴയുടെ സൗന്ദര്യവും നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ വയനാട് വരുമ്പോൾ നല്ല ഹിഡനായിട്ടുള്ള സ്റ്റേക്കേഷനുകളും അതുപോലെ നല്ല നല്ല റിസോർട്ടുകളും ഹോം സ്റ്റേകളും ജംഗിൾ സ്റ്റേകളൊക്കെ പരിചയപ്പെടാനും അത് ബുക്ക് ചെയ്യാനൊക്കെ നമ്മളെ പേജ് ഫോളോ ചെയ്ത് കൂടെ മറക്കണ്ട. വയനാടിൻ്റെ മാത്രമല്ല ഏതൊരു നാട്ടിൽ പോയാലും നമ്മൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുക. ഗ്രാമങ്ങളിലാണ് സ്വർഗം. അത് നമുക്ക് വേറിട്ട ചില അനുഭവങ്ങളും പുതിയ അറിവുകളും സമ്മാനിക്കും. അങ്ങനെ റിൽവുഡ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ അതിമനോഹരമായ ഒരു യാത്രയുമായി വീണ്ടും കാണാം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ.